ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫീലിങ്സിനെ കുറിച്ചാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മുടെ ഫീലിങ്സ് നമ്മൾ ഏത് തരത്തിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ മുഖ്യമായി നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു അതാണ് കൃത്യമായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അതുകൊണ്ടാണ് ചിലർ കാലത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാൽവിരലൊന്ന് മടങ്ങിയാൽ പോലും വല്ലാത്ത പ്രശ്നത്തിലാവുന്നത്. അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ കുഴപ്പമാണ്. അവരുടെ വികാരസ്വഭാവങ്ങളിൽ ചെറിയൊരു മാറ്റം വരുന്നത് പോലും അവരുടെ ദിവസത്തെ ആകെയും ജീവിതത്തെ തന്നെയും മാറ്റിമറിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. നിങ്ങൾ നല്ല നിലയിൽ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ കേടുവരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ദിവസം മുഴുവൻ ആ നല്ല മാനസികാവസ്ഥയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം സന്തോഷത്തിൻ്റെ വികാരങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ സ്വയം ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ഒന്നിനു പിറകെ മറ്റൊന്നായി കാര്യങ്ങൾ ഓരോന്നായി കുഴപ്പത്തിലാകുന്ന സന്ദർഭങ്ങളിലൂടെയും ദിവസങ്ങളിലൂടെയും നാമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഈ സംഭവ പരമ്പരകളുടെ തുടക്കം ബോധപൂർവമോ അല്ലാതെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചിന്തയിൽ നിന്നായിരിക്കും. ആ ഒരു മോശം ചിന്ത കൂടുതൽ മോശം ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ ആ തരംഗദൈർഘ്യത്തിൽ അകപ്പെട്ടു പോവുകയും തൽഫലമായി എന്തോ ഒരു കാര്യം കുഴപ്പത്തിലാകുകയാണ് ഉണ്ടായത്. ആ ഒരു കാര്യം കുഴപ്പത്തിലായതിനോട് നിങ്ങൾ പ്രതികരിക്കുകയും അങ്ങനെ കൂടുതൽ കാര്യങ്ങളെ കുഴപ്പത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുകയും ആയിരുന്നു. ഇത്തരം പ്രതികരണങ്ങൾ അതേ തരത്തിലുള്ള കൂടുതൽ എണ്ണത്തെ ആകർഷിക്കും. ബോധപൂർവം നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്വയം ആ തരംഗദൈർഘ്യത്തിൽ നിന്ന് അകന്നു മാറിയില്ലെങ്കിൽ ഇത്തരം പ്രതികരണ പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറ്റുക. നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ തരംഗദൈർഘ്യം മാറിയത് മനസ്സിലാക്കാം. അപ്പോൾ ആകർഷണ നിയമം പുതിയ തരംഗദൈർഘ്യത്തെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ നിങ്ങൾക്ക് ചിന്തകളെ കടിഞ്ഞാണിട്ട് അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതിശക്തമായി ചാർജ് ചെയ്ത പോലെ കുതിപ്പ് നൽകാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വൈകാരിക ഭാവം പകർന്നു കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായ തരംഗങ്ങൾ സംപ്രേഷണം ചെയ്യാനായി നിങ്ങളുടെ വികാരങ്ങളെ ഗുണപരമായി ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന്, നിങ്ങൾ നല്ല ആരോഗ്യമുണ്ടെന്ന് മനസ്സിൽ തോന്നിത്തുടങ്ങണം. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടെന്ന് തോന്നിത്തുടങ്ങണം. നിങ്ങൾക്ക് അളവറ്റ സ്നേഹം ലഭിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിത്തുടങ്ങണം. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും അപ്പോൾ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിങ്ങളുടെ ആ രാഗലയത്തോട് സദൃശ്യപ്പെടും. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളോട് സദൃശ്യപ്പെടുകയും അവയെ സാക്ഷാത്കരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരാനുഭവം എന്താണ്? ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് തൃപ്തിയുള്ള തരത്തിലല്ലാതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ബോധപൂർവം അവയെ ഉയർത്തുക. നിങ്ങളുടെ വികാരാനുഭവത്തെ ഉയർത്തണമെന്ന ഉദ്ദേശത്തോടെ അതിൽ തീവ്രമായി മനസ്സ് കേന്ദ്രീകരിച്ചാൽ വളരെ ശക്തമായി അവളെ ഉത്കൃഷ്ടമാക്കാൻ കഴിയും. പുഞ്ചിരിയോടെ ഒരു നിമിഷം കണ്ണടച്ച് ശ്രദ്ധ തിരിക്കുന്ന മറ്റ് കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങളുടെ ഉള്ളിലെ വികാരാനുഭവത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. ചിന്തകളും വികാരങ്ങളുമാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഉറപ്പിച്ച് തന്നെ പറയാം, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഗുരുത്വാകർഷണ തത്വം പോലെ തന്നെ ആകർഷണ തത്വവും ഒരിക്കലും പിഴയ്ക്കില്ല. ഗുരുത്വാകർഷണ തത്വത്തിന് ഒരു ദിവസം തെറ്റുപറ്റിയാൽ പന്നികൾ ആകാശത്തിൽ പറന്നു നടക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾ കാണാറില്ലല്ലോ. അതുപോലെ തന്നെ ആകർഷണ തത്വത്തിലും ഒഴിവാക്കലുകൾ ഇല്ല. എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നീണ്ടു നിൽക്കുന്ന ചിന്തകളിലൂടെ നിങ്ങളുടെ ഫീലിങ്സിലൂടെ നിങ്ങൾ ആകർഷിച്ചെടുത്തതാണ്. ആകർഷണ തത്വം വളരെ കണിശമാണ്. അതായത് നമുക്ക് ലൈഫിൽ വേണ്ടത് എന്താണോ അതും മാത്രം നമ്മൾ ചിന്തിക്കുക. ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക. മനഃപൂർവ്വമായി നമ്മുടെ ചിന്തകളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ മനഃപൂർവ്വം നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ച് അതിനെ മാറ്റിയെടുക്കുക. കാരണം ഒരു ചിന്ത, നമ്മുടെ രാവിലത്തെ ഒരു ചിന്ത മതി, നമ്മുടെ മോശം ചിന്ത മതി അന്നത്തെ ഒരു ദിവസം ഫുൾ നമ്മളുടെ കയ്യിൽ നിന്ന് മോശമായി മാറാനായിട്ട്. കാരണം രാത്രി വരെ നമ്മൾ അതിനനുസരിച്ചുള്ള വികാരങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് സ്വയം നമ്മൾ തന്നെ ആകർഷിച്ചെടുക്കും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.